ഡാ എടാ ശ്രാവണേ, മേഘയുടെ പുറകെയുള്ള നിന്റെ കറക്കമൊക്കെ ഇന്നത്തോടു കൂടെ നിർത്തിക്കോ. അവൾ എനിക്കുള്ളതാടാ. അല്ല, ഇനി എന്നെ അവളെ എങ്ങാനും നീ ഒരുമിച്ച് പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ട നിനക്ക് വല്ല നെഞ്ചുവേദനയും വന്ന് നീ ചാവണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇപ്പോഴേ പറഞ്ഞതാ. പറഞ്ഞത് അതേപോലെ കേട്ടാ നിനക്ക് കൊള്ളാം. എടാ രാഹുലെ, മേഘ എന്റെ പെണ്ണ്. നിന്റെ പണക്കൊഴുപ്പൊന്നും അവളുടെ അടുത്ത് നടക്കുന്നു നീ വിചാരിക്കണം. നീ കാശെറിഞ്ഞ് ഇവിടെയുള്ള എല്ലാ പെമ്പിള്ളേരും വളയ്ക്കുന്ന പോലെ എന്റെ പെണ്ണിനെ വളയ്ക്കാന്നുണ്ടല്ലോ, നീ വിചാരിക്കണ്ട. മേഘയെ ഞാൻ വളച്ചിരിക്കും. ഒരു മാസം മതിയടാ എനിക്ക് അവളെ വളയ്ക്കാൻ. ഇതെന്റെ ബെറ്റാടാ. നീ ആണാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബെറ്റിന്റെ കാര്യം അവൾ അറിയരുത്. തല്ലടാ. എന്താ നീ ആണല്ലേ? മേഘ വെച്ച് ബെറ്റ് വെക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. പക്ഷെ നിന്റെ അഹങ്കാരം തീർക്കാൻ ഈ ബെറ്റിന് ഞാൻ സമ്മതിക്കുന്നു. ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ വന്നിരിക്കും. അന്ന് ഇതിനുള്ള മറുപടി ഞങ്ങൾ ഒന്നിച്ചു തരും. രാഹുൽ ആ പറഞ്ഞത് ശ്രാവണിന് ഒട്ടും സഹിക്കാൻ സാധിച്ചില്ല. അവനെ കൈ തരിച്ചു വരുന്നുണ്ടായിരുന്നു. ശ്രാവണിന്റെ മുഖഭാവം മാറുന്നത് രാഹുലിന്റെ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചു. അവൻ ശ്രാവണിനെ കളിയാക്കാൻ തുടങ്ങി. ഈ അപമാനത്തിനൊരു അവസാനം ഉണ്ടാക്കണമെന്ന് അവൻ ഉറപ്പിച്ചു. മേഘ കോളേജിലെ തന്നെ സിയായ സ്റ്റുഡന്റ് ആണ്. അവളുടെ ശരീര വടിവ് എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സിംഗ് ആ കോളേജിലെ ഓരോ പയ്യന്മാരുടെയും ചോരയോട്ടം കൂട്ടുമായിരുന്നു. പക്ഷേ തന്റെ പിറകെ നടക്കുന്ന പണക്കാരായ പയ്യന്മാരെ ഒന്നും മൈൻഡ് ചെയ്യാതെ കോളേജിലെ തന്നെ ഏറ്റവും പാവപ്പെട്ട സ്റ്റുഡന്റായ ശ്രാവണിനെയാണ് മേഘ പ്രേമിച്ചത്. അവന്റെ വേഷം കണ്ടാൽ തന്നെ ആരും അവനെ തിരിഞ്ഞു നോക്കാറില്ല. കീറിപ്പറഞ്ഞ ഷർട്ടും പാന്റും അവന്റെ സ്ഥിരം വേഷം. കോളേജിൽ വരുന്നതോ ഒരു പൊട്ട സൈക്കിളിലും. പിന്നെന്തുകൊണ്ടാണ് മേഘ അവനെ ഇഷ്ടപ്പെട്ടത്? അതിനൊരു രഹസ്യ കാരണമുണ്ട്. എന്താണ് ആ രഹസ്യമെന്നറിയാൻ തുടർന്നും കാണുക. ആരാ വിളിച്ചേ? വേറാരാ? രാഹുൽ തന്നെ. എന്തിനാ? അവന്റെ വഴിയിൽ തടസ്സമായിട്ട് വരുന്ന എല്ലാവർക്കും ഇത് തന്നെയാ ഗതി. എന്നാലും പെൺകുട്ടികൾക്ക് അവനോട് തന്നെയാ ക്രേസ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളുടെ മകനായ രാഹുലും ഇതേ കോളേജിൽ ഇവർക്കൊപ്പമാണ് പഠിക്കുന്നത്. മേഘയെ രാഹുൽ നോട്ടമിട്ടിട്ട് കാലം കുറേയായി. പക്ഷേ അവൾക്കിഷ്ടം ശ്രാവണിനോടായിരുന്നു. രാഹുലിനെ അത് ദേഷ്യം പിടിപ്പിച്ചിരുന്നു. അവൻ പലതവണ വല വീശി നോക്കിയെങ്കിലും മേഘ അതിൽ വീണില്ല. കോളേജിലെ പലരും പലതവണ ശ്രാവണിനെ കോളേജിൽ നിന്നും പുറത്താക്കാൻ പ്ലാനുകൾ ഉണ്ടാക്കി. എന്നാൽ ശ്രാവൺ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പഠിച്ചു. സ്ഥിരമായി പരീക്ഷകളിൽ മുന്നിലെത്തി. മേഘയും അവന്റെ ഒപ്പം തന്നെ നിന്നു. മേഘ, പക്ഷെ ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം കേട്ട് നിനക്ക് വിഷമൊന്നും തോന്നരുത്. എന്താ രാഹുൽ? നീ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കിയേ. ഈ കോളേജിൽ നിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി എത്ര പേരാ കൊതിക്കുന്നറിയോ? എന്നാ നീ പ്രേമിക്കുന്നതോ ആ തെണ്ടി പിച്ചക്കാരൻ ശ്രാവണൻ. ഒരല്പം നിലയും വിലയുള്ള ആരെങ്കിലും അവനെ അടുപ്പിക്കോ? ഇത്ര ഗതി കെട്ട ഒരുത്തനെ പ്രേമിക്കാൻ നിനക്ക് എങ്ങനെ സാധിച്ചു? ഇത് കേട്ടതും മേഘയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. രാഹുലിനെ തല്ലാനായി കേട്ടോ? രാഹുല് പറഞ്ഞാൽ എന്താ തെറ്റ്? നീ നമ്മുടെ കോളേജിൽ എത്ര പേരുടെ ഹാർട്ട് ത്രോബാന്നറിയോ? എടാ, എന്നാ നിനക്ക് പ്രേമം ആ ഒരു പേരുമില്ലാത്ത ഡെലിവറി ബോയ് ശ്രാവണിനോട്. കൊള്ള മോളെ, നിന്റെ സ്ഥാനത്ത് ഞാൻ എങ്ങാനും ആയിരുന്നെങ്കിലേ രാഹുലിനോട് ഇതിനകം 100 തവണ യെസ് പറഞ്ഞിട്ടുണ്ടാവും. പ്രീതി, നീ എന്തൊക്കെയാ പറയുന്നത്? രാഹുലിന് നിന്നോട് ഇത്ര കൺസേൺ ഉള്ളതുകൊണ്ടാണ് അവൻ നിന്നോട് ഇതൊക്കെ വന്ന് പറഞ്ഞെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധികൾ ഉണ്ടാവേണ്ടതായിരുന്നു. രാഹുൽ പറഞ്ഞത് തന്നെ പ്രീതിയും പറഞ്ഞപ്പോൾ മേഘ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി. അവൾ അറിയാതെ തന്നെ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു തുടങ്ങി. സത്യത്തിൽ മേഘയ്ക്ക് പോലും ശ്രാവണിനോടുള്ളത് ആത്മാർത്ഥമായ പ്രണയമാണോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലായിരുന്നു. ദരിദ്രനാണെങ്കിലും മേഘ ശ്രാവണിന്റെ പുറകെ പോയതിന് ഒരു കാരണമുണ്ട്. ശ്രാവൺ എപ്പോഴും പഠനകാര്യത്തിൽ കോളേജ് ടോപ്പറായിരുന്നു. പഠനത്തിൽ പിന്നോട്ടായിരുന്ന മേഘ കണ്ടെത്തിയ വഴിയായിരുന്നു ശ്രാവൺ. അവന്റെ സഹായത്തോടെയാണ്
കഴിഞ്ഞ പരീക്ഷകളൊക്കെ മേഘ നല്ല മാർക്ക് വാങ്ങി വിജയിച്ചത്. സത്യത്തിൽ കോളേജ് അവസാനിക്കാൻ പോകുന്നതുകൊണ്ട് മേഘയ്ക്ക് ശ്രാവണിനെ ഇനി ആവശ്യമില്ല. രാഹുലും പ്രീതിയും പറഞ്ഞത് ശരിയാണ് എന്ന് മേഘയ്ക്ക് തോന്നാൻ അതും ഒരു കാരണമായിരുന്നു. മേഘയുടെ മുഖത്തെ ആശയക്കുഴപ്പം ശ്രദ്ധിച്ച രാഹുൽ ഈ അവസരം മുതലെടുക്കാൻ തീരുമാനിച്ചു. മേഘ, പ്രീതി പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്നും നമ്മുടെ സക്സസിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. നമ്മൾ രണ്ടും ഒന്നായ ഇത് നമുക്ക് മാത്രമല്ല, നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവാൻ പോകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ഫാമിലിയുടെ ബിസിനസ്, കാർ, ലൈഫ് എല്ലാം എല്ലാം ചേഞ്ച് ആവും. ഇപ്പൊ നീ എടുത്തു ചാടി ഒന്നും തീരുമാനിക്കണ്ട. നിനക്ക് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് മേഘ. നീ നന്നായി ആലോചിച്ച് പറഞ്ഞാ മതി. ഓക്കേ? എന്നാൽ പാവം ശ്രാവൺ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഡെലിവറി ജോലികൾ ചെയ്ത് കിട്ടുന്ന പണം കൂട്ടിവെച്ച് മേഘയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാനുള്ള ഓട്ടത്തിലായിരുന്നു അവൻ. അങ്ങനെ ഒടുവിൽ ആ ദിവസം എത്തി. നഗരത്തെ പൂർണ്ണമായി നനച്ചുകൊണ്ട് 2 ദിവസമായി മഴ പെയ്യുകയാണ്. മഴ ഒന്ന് തോർന്നപ്പോൾ അന്നത്തെ ദിവസം ജോലിക്ക് കയറാൻ അവൻ കുറച്ച് താമസിച്ചിരുന്നു. അവൻ വേഗത്തിൽ അകത്തേക്ക് കയറി. മെഡിക്കൽ ഷോപ്പ് ഓണർ ആദ്യമായിട്ടല്ല തന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. തനിക്ക് ജീവിക്കാൻ ഈ സ്ഥാപനത്തിലെ വരുമാനം മാത്രമേയുള്ളൂ എന്ന് അയാൾക്ക് നന്നായിട്ടറിയാം. പതിവ് പോലെ ഡെലിവറിക്ക് വേണ്ടിയുള്ള ഒരു കോൾ മാത്രമായിരിക്കും അതെന്നാണ് ശ്രാവൺ കരുതിയത്. എന്നാൽ ആ ഒരൊറ്റ കോൾ അവന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ കുറച്ച് വൈകിപ്പോയിരുന്നു. അധികം വൈകാതെ തന്നെ ശ്രാവൺ ബീച്ച് റിസോർട്ടിന്റെ മുന്നിലെത്തി. പാഴ്സൽ എടുത്തുകൊണ്ട് അവൻ റിസപ്ഷൻ ഏരിയയിലേക്ക് കയറി ചെന്നു. എന്തായിരുന്നു? ഞാൻ വീക്കർ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ്. ഒരു 114 കോട്ടേജിലേക്ക് ഒരു ഡോർ ഡെലിവറി ഉണ്ടായിരുന്നു. കോട്ടേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി നേരെ പോയി റൈറ്റ് 4ാമത്തെ പറയും. റിസപ്ഷനിസ്റ്റ് പറഞ്ഞതുപോലെ അവൻ കോട്ടേജ് ലക്ഷ്യമാക്കി നടന്നു. ശ്രാവൺ ധരിച്ച വസ്ത്രം പലയിടങ്ങളിലായി നനഞ്ഞിരുന്നു. 114 നമ്പർ കോട്ടേജിന് മുന്നിലെത്തിയ ശേഷം അവൻ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. സ്ലീവ്ലെസ് വേഷം മാത്രം ധരിച്ച അതീവ സുന്ദരിയായ ഒരു യുവതി. അവളുടെ ശരീരത്തിൽ നിന്നും തലയിൽ നിന്നും വെള്ളം ഇറ്റു വീണുകൊണ്ടിരിക്കുന്നു. ഡോറ് തുറന്നു. ശ്രാവൺ തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. ആ കാഴ്ച കണ്ട് ശ്രാവണിന് ഭൂമി തന്നെ 2ആയി പിളർന്നു പോകുന്നത് പോലെ തോന്നി. അവന്റെ ഉള്ളിൽ നിന്നും അറിയാതെ ആ വാക്കുകൾ പുറത്തേക്ക് വന്നു. അതെ, അത് മേഘയായിരുന്നു. ശ്രാവണിനെ അപ്രതീക്ഷിതമായി കണ്ട മേഘയും ഒരു നിമിഷം ഞെട്ടി. മേഘ, നീ എന്താ ഇവിടെ? നീ പ്രീതിയുടെ അടുത്ത് പോവാന്നല്ലേ പറഞ്ഞത്? ഇതാരും ഓർഡർ ചെയ്തതാ? പക്ഷേ മേഘ മറുപടി പറയുന്നതിന് മുന്നേ മേഘയുടെ പിന്നിൽ നിന്നും ഒരു ശബ്ദമെത്തി. ഡോറിന്റെ മുന്നിലേക്ക് എത്തിയപ്പോഴാണ് ശ്രാവൺ അവനെ കണ്ടത്. അത് രാഹുലായിരുന്നു. മേഘയുടെ ഒപ്പം രാഹുലിനെ കൂടി കണ്ടതും ശ്രാവൺ കൂടുതൽ തകർന്നു പോയി. ശ്രാവൺ, എടാ ശ്രാവണേ, മേഘയുടെ പുറകെയുള്ള നിന്റെ കറക്കമൊക്കെ ഇന്നത്തോടുകൂടെ നിർത്തിക്കോ. അവൾ എനിക്കുള്ളതാടാ. അല്ല, ഇനി എന്നെ അവളെ എങ്ങാനും നീ ഒരുമിച്ച് പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ട നിനക്ക് വല്ല നെഞ്ചുവേദനയും വന്ന് നീ ചാവണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇപ്പോഴേ പറഞ്ഞതാ. അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരുമെന്ന്. ഇവിടെ ഒരു ഡെലിവറി ബോയ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അച്ഛൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തിനാടാ വെറുതെ അങ്കിളിനെ വിളിച്ച് ടെൻഷൻ ആക്കുന്നേ? അതിന് ഞാൻ പോരെ. രാഹുൽ ശ്രാവണിനെ ദേഷ്യത്തോടെ പിടിച്ചു തള്ളി. ഒരു സ്റ്റെപ്പ് ശ്രാവൺ പിന്നിലേക്ക് പോയി. ഈ സമയം കാറുകളുടെ ഒരു പട തന്നെ ഹോട്ടൽ മുന്നിലേക്ക് വരിവരിയായി എത്തി. രാഹുൽ രണ്ടാമതും ശ്രാവണിനെ പിടിച്ചു തള്ളി. അപ്പോഴേക്കും പുറത്തു നിന്ന കാറുകളിൽ നിന്നും നഗരത്തിലെ പ്രധാന റൌഡികൾ നിരനിരയായി പുറത്തേക്കിറങ്ങി. അവരുടെ മുന്നിൽ അവരെയും നയിച്ചുകൊണ്ട് മേഘയുടെ അച്ഛനും. എന്താടാ? ഒരു മാസം മതിടാ എനിക്ക് അവളെ വളയ്ക്കാൻ. തല്ലടാ, എന്താ നീ ആണല്ലേ? രാഹുലിനൊന്നും ചിന്തിക്കാൻ പോലും
സമയം കിട്ടുന്നതിന് മുൻപ് ശ്രാവൺ രാഹുലിന്റെ നെഞ്ച് ലക്ഷ്യമാക്കി ഒരു പഞ്ച് കൊടുത്തു. രാഹുൽ തെറിച്ച് മേഘയുടെ കാൽക്കീഴിൽ വന്നു വീണു. മേഘ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പകച്ചു നിന്നു. താഴെ വീണുകിടക്കുന്ന രാഹുലിന് കാര്യം മനസ്സിലായി. കുട്ടിക്കാലം മുതൽ ബോക്സിംഗ് പഠിക്കുന്ന ആളാണ് രാഹുൽ. തനിക്ക് കിട്ടിയത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ബോക്സേഴ്സിൽ മാത്രം കാണുന്ന പഞ്ചാണ് എന്നവൻ എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞു. ഇത്രയും വർഷമായി ബോക്സിംഗ് പഠിക്കുന്ന തനിക്ക് പോലും ഇങ്ങനൊരു പഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നല്ലൊരു ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ശ്രാവൺ ഇതെങ്ങനെ ചെയ്തു എന്നതാണ് രാഹുലിനെ ഞെട്ടിച്ചത്. എന്നാൽ അപ്പോഴും ശ്രാവൺ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ നിൽക്കുകയായിരുന്നു. ഈ സമയമാണ് മേഘ ആ കാഴ്ച കാണുന്നത്. തന്റെ അച്ഛനതാ ഒരു വലിയ സംഘത്തോടൊപ്പം വരുന്നു. മേഘയുടെ അച്ഛൻ നിസാരക്കാരനായിരുന്നില്ല. ഈ നഗരം മുഴുവൻ അയാളുടെ കൈക്കുമ്പിളിലാണ്. അച്ഛാ, ഈ വൃത്തിയായിട്ടവനാ അച്ഛാ, ഇവനൊരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. കരണം പുകയ്ക്കുന്ന ഒരു അടിയാണ് മേഘയ്ക്ക് കിട്ടിയത്. അടി കിട്ടിയതും മേഘയുടെ കാഴ്ചകൾ ഒരു നിമിഷം മങ്ങാൻ തുടങ്ങി. മങ്ങിയ കാഴ്ചകൾ തെളിഞ്ഞു വന്നപ്പോൾ കണ്ട കാഴ്ച മേഘയെ ഞെട്ടിച്ചു. മേഘയുടെ അച്ഛൻ ശ്രാവണിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. അയാളുടെ കണ്ണിൽ നിറയെ ഭയം. ആരാണ് ശ്രാവൺ? ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ മേഘയുടെ അച്ഛൻ എന്തിനാണ് ശ്രാവണിനെ പോലൊരു ഡെലിവറി ബോയുടെ മുമ്പിൽ മകളുടെ ജീവന് വേണ്ടി അപേക്ഷിക്കുന്നത്? ശ്രാവൺ ശരിക്കും ദരിദ്രനാണോ അതോ ദരിദ്രനായി അഭിനയിക്കുകയായിരുന്നു? ശ്രാവൺ ദരിദ്രനായി അഭിനയിക്കുകയാണെങ്കിൽ അതെന്തിനു വേണ്ടിയായിരുന്നു? രാഹുലും മേഘയും ശ്രാവണിനോട് ചെയ്തതിനൊക്കെ ശ്രാവൺ എങ്ങനെയായിരിക്കും തിരിച്ചടി നൽകുക?